ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ മലയാളം അനിമി സ്റ്റോറീസ്. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് പുതിയൊരു അനിമി സീരീസ് ആണ്. ബ്ലാക്ക് ടോർച്ച് ആണ് അനിമിയുടെ പേര്. ഈ അനിമി ഓൺഗോയിങ് ആയിട്ടുള്ള അനിമിയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ നമുക്ക് നേരെ എപ്പിസോഡിലോട്ട് പോവാം. എപ്പിസോഡ് തുടങ്ങുന്നത് തന്നെ ഒരു ഫ്ലാഷ് ബാക്ക് കാണിച്ചുകൊണ്ടാണ്. എന്ത് പറ്റി ജീറോ എന്ന് ചോദിക്കുമ്പോ ജീറോ എന്നെ പിന്നെ അവര് കളിയാക്കിക്കൊണ്ടിരിക്കുവാണ്. അനിമൽസിന്റെ അടുത്ത് സംസാരിക്കാൻ പറ്റുന്നത് കൊണ്ട്. ഓ, അതാണോ കാര്യം? എല്ലാവരിൽ നിന്നും ഡിഫറെന്റ് ആയിരിക്കുന്നത് ഒരു നല്ല കാര്യമാണ്. അത് നിനക്ക് മാത്രമുള്ള യുണീക്ക് ആയിട്ടുള്ള ഒരു ടാലന്റ് ആണ്. നീ പറയുന്നതൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ലല്ലോ എന്ന് ജീറോ പറയുവാണ്. അതൊക്കെ നിനക്ക് ഒരു ദിവസം മനസ്സിലായിക്കോളും. ഞാൻ നിനക്ക് വാക്ക് തരുന്നു. ആ സീൻ അവിടെ കട്ടായി അടുത്ത് പ്രസന്റ് സീൻ കാണിക്കുവാണ്. നമ്മുടെ ഹീറോ ജീറോ കുറച്ച് പിള്ളേരുമായിട്ട് വാഗ്വാദത്തിന് നിൽക്കുവാണ്. ജീറോ പറയുന്നത് അവർക്ക് ഒട്ടും ഇഷ്ടാവുന്നില്ല. അപ്പൊ അതിലെ ലീഡർ അവനെ അടിക്കാൻ വരുമ്പത്തേനും ജീറോ അവനെ അടിച്ച് വെള്ളത്തിലോട്ട് ഇടുവാണ്. ആ സമയം കൂടെ നിൽക്കുന്നവര് എന്ത് നിനക്ക് നിഞ്ചൊക്കെ അറിയോ? എന്ത് പറ്റി, നിങ്ങൾ പേടിച്ചു പോയോ എന്ന് പറഞ്ഞിട്ട് ജീറോ ബാക്കിയുള്ള രണ്ടുപേരെയും അടിച്ചെടുത്ത് വെള്ളത്തിനകത്ത് ഇടുവാണ്. അങ്ങനെ ആ പിള്ളേര് ഇനി അവിടെ നിന്ന് ശരിയാവില്ല എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് സ്ഥലം വിടുവാണ്. ആ സമയം അവിടെ ഒരു പൂച്ച ഇരുന്ന് ജീറോയിന്റെ അടുത്ത് താങ്ക്സ് പറയുവാണ്. ആ പൂച്ചനെ രക്ഷിച്ചത് കൊണ്ട്. അവന്മാർക്ക് ഇത് തന്നെയായിരുന്നു പണി. ഇനി എന്തായാലും ഞങ്ങൾ ഉപദ്രവിക്കാൻ വരില്ല എന്ന് വിശ്വസിക്കുന്നു. ഇനി ഇതുകൊണ്ട് നിനക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവോന്ന് ആ പൂച്ച ചോദിക്കുവാണ്. എന്റെ കാര്യത്തിൽ പേടിക്കൊന്നും വേണ്ട, എനിക്കിതൊക്കെ ശീലായി. എന്നാൽ ശരി, നമുക്ക് പിന്നെ കാണാം എന്ന് പറഞ്ഞ് ജീറോ അവിടുന്ന് പോവാണ്. കാര്യങ്ങളൊക്കെ അറിഞ്ഞ ജീറോന്റെ മുത്തശ്ശൻ അവിടെ കിടന്ന് കാറുവാണ്. എടാ ജീറോ, ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് നിന്നോട് പോയി തല്ലുണ്ടാക്കരുതെന്ന്. ഞാൻ ഷിനോബി നിനക്ക് അതിനായിട്ടല്ല പഠിപ്പിച്ചു തന്നേക്കുന്നേ. അത് കേട്ട് ജീറോയ്ക്ക് ദേഷ്യം വരുവാണ്. ഒന്ന് നിർത്തോ? ആ ഷിനോബി വെച്ചിട്ട് എന്ത് പ്രയോജനം? നിങ്ങളൊരു ഡൈനോസർ ആണെന്ന് പറയുമ്പോഴത്തേനും അവന്റെ മുത്തശ്ശന്റെ കയ്യിലിരുന്ന രണ്ട് ആയുധം എടുത്ത് അവന്റെ നേർക്ക് വലിച്ചെറിയുവാണ്. ജസ്റ്റ് മിസ്സിനായിരിക്കും അവൻ എസ്കേപ്പ് ആവുക. ജീറോ, ഇവിടെ നോക്ക്, ഇതാണ് ആസുമ, നമ്മുടെ ഫാമിലിയുടെ പാരമ്പര്യം. ഷിനോബി കട്ടാന ഏതോ കാലഘട്ടത്തിൽ നമ്മുടെ പൂർവികർക്ക് ഷോഗൻ കൊടുത്തതാണ്. ഇനിയെങ്കിലും നിന്റെ പൂർവികർക്ക് റെസ്പെക്ട് കൊടുത്ത് ഒരു ശരിക്കുമുള്ള ആസ്മേനെ പോലെ നടക്ക്. ഞാൻ പറയുന്നത് എന്തേലും നിനക്ക് മനസ്സിലാവുന്നുണ്ടോ? ഓ പിന്നെ, ഞാൻ വേണമെങ്കിൽ ബെറ്റ് വെക്കാം ഇത് ശരിക്കും ഫേക്ക് ആണ്. അത് കേൾക്കുമ്പോ മുത്തശ്ശന് ദേഷ്യം വരുവാണ്. അപ്പൊ നീ ഇത് ഫേക്ക് ആണെന്നാണ് വിചാരിക്കുന്നേ? എന്നാ വാ, നിനക്ക് ഇപ്പൊ മനസ്സിലാക്കി തരാന്ന് പറഞ്ഞിട്ട് മുത്തശ്ശൻ അവിടെയുള്ള സാധനങ്ങളൊക്കെ അടിച്ച് പൊട്ടിക്കുവാണ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ജീറോ ആ പൊട്ടിച്ച സാധനങ്ങളൊക്കെ ഫിക്സ് ചെയ്ത് വെക്കുവാണ്. ജീറോ, ഇന്ന് രാത്രി അസോസിയേഷന്റെ മീറ്റിംഗ് ഉണ്ട്, ഞാൻ വരാൻ ലേറ്റ് ആവും, നീ വാതിൽ അടച്ച് കിടന്നോണം എന്ന് പറഞ്ഞ് മുത്തശ്ശൻ അവിടുന്ന് പോവാണ്. അപ്പൊ ജീറോ ഒന്ന് വായടയ്ക്കോ? ഇപ്പോഴും ഈ കിളവന്റെ വിചാരം ഞാനേതോ എലിമെന്ററി സ്കൂളിൽ പഠിക്കുന്ന പോലെയാ. ആ സമയം അവൻ രാവിലെ രക്ഷിച്ച ആ കാക്ക അവന്റെ അടുത്തേക്ക് ഓടി വരുവാണ്. അവിടെ ആ കാട്ടിന്റെ ഉള്ളിൽ ഒരു പൂച്ചയ്ക്ക് അപകടം പറ്റിയിരിക്കുന്നു. എന്നിട്ട് ആ കാക്ക ജീറോനെ കൂട്ടിക്കൊണ്ടു പോവാണ് അങ്ങോട്ടേക്ക്. അവിടെ പോയി നോക്കുമ്പോ ഒരു പൂച്ച രക്തത്തിൽ കുളിച്ചു കിടക്കുമായിരിക്കും. അതിനെ കണ്ടപാട് ജീറോയ്ക്ക് അയ്യോ, ഇതിന് എന്തു പറ്റിയെന്ന് അറിയില്ലല്ലോ, നിനക്ക് അറിയുന്നതാണോ ഇതിനെ? അപ്പൊ ആ കാക്ക ഇല്ല, ഞാനിതിനെ ഇവിടെ കണ്ടിട്ടില്ല, പക്ഷെ അതിന് ഇന്നും ജീവനുണ്ട്. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ എന്നൊരു ശബ്ദം ഉള്ളിൽ കൂടെ കേറി പോവാണ്. എന്നെ വിളിച്ചുണർത്താൻ മാത്രം ആർക്കാണ് ഇവിടെ ധൈര്യം? വിധിയുടെ കറുത്ത നക്ഷത്രമേ, സൂര്യനെ വിഴുങ്ങുന്നവനെ, നീ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് ഞങ്ങൾക്ക് നിന്റെ ശക്തി താ. കഷ്ടം, എന്റെ ഉറക്കം ഒരിക്കലും തടസ്സപ്പെടുത്തരുതെന്ന് നീ കരുതും. ഞാൻ ആരുടെ ആജ്ഞയും സ്വീകരിക്കാറില്ല, നിനക്ക് മനസ്സിലായോ? നീ ഇപ്പൊ ഇവിടെ വെച്ച് തീരാൻ പോവുകയാണ്. അങ്ങനെ ആ പൂച്ച പതുക്കെ കണ്ണു തുറക്കുകയാണ്. അത് ജീറോന്റെ വീട്ടിലായിരിക്കും. ആ സമയം ജീറോ അങ്ങോട്ടേക്ക് വരുവാണ്. ഇന്ന് നിനക്ക് ദാഹിക്കുന്നുണ്ടോ? നീ ഇത്ര പെട്ടെന്ന് എഴുന്നേൽക്കുമെന്ന് ഞാൻ കരുതിയില്ല. എന്റെ പേര് ജീറോ, നിന്റെ പേരെന്താ? ആ പൂച്ച ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് നോക്കുവാണ്. എന്തേ, നിനക്ക് പേരില്ലേ എന്ന് ജീറോ ചോദിക്കുവാണ്. ഞാനൊരു വിഡ്ഢിയോടാണോ സംസാരിക്കുന്നത്? ഞാൻ പറഞ്ഞാ നിനക്ക് മനസ്സിലാകും പോലും. എന്നാ പൂച്ച പറയുവാണ്, എന്ത് വിഡ്ഢിയോ? ഞാനൊരൊറ്റ ചവിട്ടിയുണ്ടല്ലോ. അത് കേട്ട ഉടനെ ആ പൂച്ച കട്ടിലിന്റെ അടിയിൽ പോയി ഒളിച്ചിരിക്കുവാണ്. ജീറോ എന്ത് പറഞ്ഞിട്ടും ആ പൂച്ച വെളിയിലോട്ട് വരുന്നില്ല. ശരിയാണ്, ഒരു മനുഷ്യനോട് സംസാരിക്കുന്നത് നിനക്ക് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും. ഞാൻ നിന്നെ പിടിച്ച് തിന്നാനൊന്നും പോകുന്നില്ല. ആ സമയം ആ പൂച്ച കട്ടിലിന്റെ അടിയിൽ ഇരുന്നിട്ട് ഞാനിവിടെ സ്പെക്ട്രൽ എനർജി ഒന്നും ഫീൽ ചെയ്യുന്നില്ല. ഇവൻ എന്തായാലും മനുഷ്യൻ തന്നെ, അതിൽ ഡൗട്ടില്ല. എന്നാലും ഇതെങ്ങനെ? അങ്ങനെ ജീറോ പോയിട്ട് ആ പൂച്ചയ്ക്ക് ഫുഡ് എടുത്തോണ്ട് വരുവാണ്. ആ പൂച്ച വന്നതിരുന്ന് കഴിക്കുവാണ്. അവർ എന്താണ് പറയുന്നതെന്ന് നിനക്കറിയോ? ഒരു മനുഷ്യന്റെ ഹൃദയത്തിലോട്ടുള്ള വഴി അത് അവന്റെ വയറ്റിലൂടെയാണ്. അത് കേട്ട് ജീറോ, ഈ പൂച്ചയുടെ വിചാരം വല്ല മനുഷ്യനാണെന്നാണ്. അത് കേട്ടുപാടാ ആ പൂച്ച അവിടെ കിടന്ന് കാറുവാണ്. ഞാനൊരു പൂച്ചയല്ല, എന്റെ പേര് റാഗോ എന്നാണ്. ഞാനൊരു ഇമ്മോർട്ടലായ മോണോനോക്കാണ്.
എന്ത് മോണോനോക്കോ? ആ, മനുഷ്യർ ഞങ്ങൾക്ക് ഇഷ്ടം പോലെ പേരിട്ടിട്ടുണ്ട്. പെട്ടെന്ന് രാഘവ് മനസ്സില് ഇവനെ ടെസ്റ്റ് ചെയ്യാൻ പറ്റിയ നല്ലൊരു സമയമാണിത്. ഞങ്ങളെ പോലുള്ളവർ മനുഷ്യന്റെയോ ആനിമൽസിന്റെയോ രൂപമെടുക്കും. വലിയ മലമുകളിലോ അടർന്ന കാടിനുള്ളിലോ ആയിരിക്കും ഞങ്ങളുടെ താമസം. അപ്പൊ പിന്നെ നിന്നെ പോലെ ഒരു മോണോനോക്ക് എങ്ങനെ ഇങ്ങനെയായി? ആ സമയം രാഘവ് മനസ്സില് അപ്പോ ഇവൻ ഇങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊന്നും അറിയില്ല. എന്നെ മറ്റുള്ള മോണോനോക്കുകൾ കൂടെയാണ് ആക്രമിച്ചത്. പിന്നെ കൂടുതലായൊന്നും എനിക്ക് അതിനെക്കുറിച്ച് ഓർമ്മയില്ല. കുറെ കാലമായി ഞാൻ നല്ല ഉറക്കത്തിലായിരുന്നു. പിന്നെ ഞാൻ അറിഞ്ഞത് ഞാൻ എങ്ങനെ ഉണർന്നു എന്നതാണ്. അങ്ങനെ കുറച്ച് തെണ്ടികൾ എന്നെ ചുറ്റി വളഞ്ഞു. അവർക്ക് എന്റെ സഹായം വേണമെന്ന് പറഞ്ഞു. പക്ഷേ അതിലെനിക്ക് ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല. ഞാൻ അവരോട് പോയി പണി നോക്കാൻ പറഞ്ഞു. ഓ, അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങൾ. പക്ഷേ അവരും നിന്നെ പോലെ മോണോനോക്കുകളല്ലേ? പിന്നെന്താ നീ അവരുടെ കൂടെ നിൽക്കാത്തത്? സ്വയം ബലശാലിയാണെന്ന് പറയുന്ന പുഴുക്കളെ എനിക്ക് പണ്ടേ വെറുപ്പാണ്. മറ്റുള്ളവരുടെ ശക്തിക്ക് പിന്നിൽ അവരുടെ ബലഹീനതകൾ മറയ്ക്കുന്നു. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു മനുഷ്യനായ നീ ഞാൻ പറഞ്ഞതൊക്കെ നീ വിശ്വസിക്കുമെന്ന് എനിക്ക് ഉറപ്പില്ല. അത് കേട്ട് ജീറോ, അങ്ങനെയൊന്നുമില്ല. നീ പറഞ്ഞത് എല്ലാം എനിക്ക് മനസ്സിലായി കാണില്ല. പക്ഷെ അതിനർത്ഥം നീ പറഞ്ഞത് വിശ്വസിച്ചില്ല എന്നല്ല. അങ്ങനെ അവർ സംസാരിച്ചിരിക്കുന്ന നേരം ആ കാട്ടിന്റെ ഉള്ളിൽ ഒരു പെണ്ണ് വന്ന്, ഞാൻ കിഷിമോചനാണ് ചീഫ്, ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? നീ എന്തെങ്കിലും കണ്ടുപിടിച്ചോ? അതെ, ഞാൻ കാടിന്റെ ഉള്ളിൽ ഈ 16 സ്ഥലത്ത് കുറച്ച് രക്തം കണ്ടെത്തി. ഇത് റാഗോന്റെ തന്നെയാണ്. ഇവിടെ എനിക്ക് സ്പെക്ട്രൽ എനർജിയും ഫീൽ ആവുന്നുണ്ട്. റാഗോ ഇവിടെ അടുത്ത് തന്നെയുണ്ട്. എന്നാൽ ഞാൻ സെർച്ചിങ് ടീമിനെ അങ്ങോട്ടേക്ക് വിട്ടോളാം. നീ അവിടുന്ന് പൊയ്ക്കോ. ആ റിപ്പോർട്ടിങ് കഴിഞ്ഞ് ആ പെൺകുട്ടി അവിടുന്ന് മാഞ്ഞു പോവാണ്. അതൊക്കെ കണ്ട് അവിടെ ഒരുത്തൻ ഒളിങ്ങി നിപ്പുണ്ടാവും. അടുത്ത സീനില് ജിറോ റാഗാനെ കുളിപ്പിച്ചോണ്ടിരിക്കുവാണ്. ഇത് അത്ഭുതം തന്നെ. നിന്റെ ശരീരത്തിലുള്ള മുറിവുകളൊക്കെ ഉണങ്ങിയല്ലോ. അപ്പൊ നീ സാധാരണ ഒരു പൂച്ചയല്ലല്ലോ. എനിക്കറിയായിരുന്നു. ഞാൻ പറഞ്ഞതൊന്നും നീ വിശ്വസിച്ചിട്ടില്ലാന്ന്. പാതി ഞാൻ വിശ്വസിച്ചു, ബാക്കി പാതി ഒരു ചാവാൻ കിടന്ന പൂച്ച പിച്ചും പേയും പറഞ്ഞതാണെന്നാണ് ഞാൻ കരുതിയത്. നിനക്കറിയോ, നിന്നെ ഇപ്പൊ കുളിപ്പിക്കുമ്പോ എനിക്ക് നാച്ചീനെയാണ് ഓർമ്മ വരുന്നത്. നാച്ചി എന്റെ പഴയ ഒരു ഡോഗായിരുന്നു. അവള് വളരെ കൈൻഡ് ആയിട്ടുള്ള ഒരു പെറ്റായിരുന്നു. നിന്റെ ക്യാരക്ടറുമായി എക്സാക്ട് ഓപ്പോസിറ്റ് ആയിരുന്നു അവള്. എല്ലാരും എന്നെ കളിയാക്കി. ഞാൻ മണ്ണിലും ചെളിയിലും ദേഹത്ത് മുറിവുകളുമായിട്ട് വന്നു കഴിഞ്ഞാ നാച്ചി അവളെ കുളിപ്പിക്കാൻ എന്നോട് പറയും. നീ എന്നെ തേച്ച് കുളിപ്പിച്ച് വൃത്തിയാക്കിയ ഇന്ന് പറ്റിയ അഴുക്കുകളൊക്കെ നിന്റെ അടുത്തുനിന്ന് ഒലിച്ചു പോയിക്കോളും എന്ന് അവള് പറയുമായിരുന്നു. പിന്നെ അവൾ എപ്പോഴും പറയായിരുന്നു, ജിറോ, നിന്നെ കിട്ടിയതിൽ ഞാൻ വളരെയധികം ഭാഗ്യവതിയാണ്. എപ്പോൾ കുളിക്കണമെങ്കിലും തന്റെ ഓണറിനോട് പറയുമ്പോ അത് സാധിച്ചു തരുന്നത് എന്ത് നല്ല കാര്യമാണ്. നിനക്ക് ബാക്കിയുള്ളവരെ സഹായിക്കുന്നത് ഒരു ഗിഫ്റ്റായിട്ട് കിട്ടിയ ഒരു വരമാണ്. ആ ഗിഫ്റ്റ് നീ എല്ലാവരോടും കൂടെ പങ്കുവെക്കണം. നിനക്ക് കിട്ടിയിരിക്കുന്നത് ഒരു യുണീക്ക് ഗിഫ്റ്റ് ആണെന്ന് അവൾ എപ്പോഴും പറയുമായിരുന്നു. ഇതൊക്കെ കേട്ട് രാഗ അവനോട് സംസാരിക്കാൻ വരുമ്പത്തേനും രാഗേന്റെ തലയെ കൂടെ അവൻ വെള്ളം കോരി ഒഴിക്കുവാണ്. അടുത്ത സീനില് രാത്രിയാവുകയാണ്. ജിറോ അവിടെ കിടന്ന് ഉറങ്ങുവാണ്. രാഗ അവനോട്, എന്നോട് ക്ഷമിക്കണം കുട്ടി, ഞാൻ നിന്നോട് ശരിക്കും കടപ്പെട്ടിരിക്കുന്നു. പക്ഷെ എനിക്ക് പോയേ പറ്റൂ. അങ്ങനെ രാഗ അവിടുന്ന് താഴോട്ട് ചാടുമ്പോ അവന് കാല് വേദനിക്കുന്നുണ്ട്. അപ്പോഴാണ് താൻ പൂർണ്ണമായിട്ടും ഹീലായിട്ടില്ല എന്ന് രാഗയ്ക്ക് മനസ്സിലാവുന്നത്. എന്തായാലും ഉടൻ തന്നെ ഈ സ്ഥലം വിട്ടു പോണം. പെട്ടെന്ന് ബാക്കിൽ ജിറോ വന്നിരുന്ന്, അല്ല നീ ഇതെങ്ങോട്ടാ? രാഘവ് ഞെട്ടിട്ട്, അല്ല ഇതെങ്ങനെ നീ ഇപ്പൊ താഴെ വന്നു? ഈ അർദ്ധരാത്രി ഈ കണ്ടീഷനില് നീ എങ്ങോട്ടായി പോകുന്നേ? ഞാൻ എങ്ങോട്ട് പോകുന്നു എന്നത് അറിയേണ്ട കാര്യം നിനക്കില്ല എന്ന് രാഘവ് പറയുവാണ്. എന്ത് അറിയേണ്ട കാര്യമില്ലെന്നോ? ഞാനാണ് നിന്റെ ജീവൻ രക്ഷിച്ചത്, അത് മറക്കണ്ട. ഞാൻ നിന്നോട് സഹായം ചോദിച്ചതുപോലെ ഞാൻ ഓർക്കുന്നില്ലല്ലോ. നിനക്കെന്നെ സഹായിക്കണമെന്ന് തോന്നി സഹായിച്ചു. മാത്രമല്ല അവിടെ കിടന്ന് മരിക്കുന്നതായിരുന്നു എനിക്ക് സുഖം എന്ന് രാഗ പറയുന്നത് കേട്ടിട്ട് ജിറോ, നീ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഞാനത് പറഞ്ഞു കഴിഞ്ഞു. അത് നിങ്ങൾ അറിയേണ്ട കാര്യമില്ല. ഓ, അത്രയ്ക്കായോ? എനിക്ക് നിന്റെ കഥയൊന്നും അറിയില്ലായിരിക്കും. പക്ഷെ ഒരിക്കലും നീ മരിക്കുന്നതിനെ കുറിച്ച് ഇനി ഇങ്ങനെ സംസാരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു വരുമ്പോഴത്തേനും റാഗോ ടെറർ മോഡില്. എപ്പോൾ മിണ്ടാതിരിക്കണമെന്ന് നിനക്ക് അറിയില്ല. എപ്പോഴും ചെലച്ചോണ്ടിരിക്കുന്ന നിന്റെ ആ ശ്വാസനാളം ഞാൻ ഇല്ലാതാക്കും. എന്റെ കാര്യത്തിൽ ഇടപെടാതിരിക്കുന്നതാണ് നിനക്ക് നല്ലത്. നിനക്ക് ഓർമ്മശക്തിയൊക്കെ ഉണ്ടെന്ന് എനിക്ക് അറിയാം. ഞാനൊരു മോണോനോക്കാണ്, മനുഷ്യനെ തിന്നുന്ന സ്പെക്ടർ. ഞാനും നീയും തികച്ചും വ്യത്യസ്തമായ ലോകങ്ങളിൽ നിന്നാണ് വന്നിരിക്കുന്നത്. എന്നോട് നിനക്ക് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു ഉപകാരം, എന്നെ ഒറ്റയ്ക്ക് തനിച്ചു വിടൂ. നിങ്ങൾ രണ്ടുപേരും നിങ്ങളുടെ സമയം നല്ല എൻജോയ് ചെയ്യാണെന്നാണല്ലോ തോന്നുന്നേ. ഞാനും നിങ്ങളുടെ ഒപ്പം കൂടിക്കോട്ടെ. എന്താ ഞാൻ പറഞ്ഞത് ശരിയല്ലേ റാഗോ എന്ന് പറഞ്ഞ് ആ കാട്ടിന്റെ ഉള്ളിൽ ഒളിച്ചിരുന്ന ഒരുത്തൻ അവര് മുമ്പിൽ വന്ന് നിൽക്കുവാണ്. ഓ പണ്ടാരം, ഇവരിപ്പൊ തന്നെ എന്റെ അടുത്തേക്ക് എത്തിയോ? എടോ പൊട്ടാ,
നീ ആൾക്കാരുടെ വീട്ടിൽ ക്ഷണിക്കാതാണോ പോയി കയറി നിൽക്കുന്നേ? ഇത് നോക്ക്, നീ ആരാണെന്ന് എനിക്കറിയില്ല. ഞാനേ പാകപ്പാട് ദേഷ്യത്തിലാണ് നിക്കണത്. പറഞ്ഞത് മനസ്സിലായോ? ഇവിടെ നിന്ന് പോയി തരുമോ എന്ന് ജിറോ പറയാണ്. ഉടൻ തന്നെ ആ മനുഷ്യൻ ഒരു മോൺസ്റ്റർ ആയിട്ട് മാറുവാണ്. കുറച്ചൊന്ന് ക്ഷമിക്ക്, ഞാൻ നിന്നെ ഇപ്പൊ തന്നെ വിഴുങ്ങിക്കോളാം എന്ന് പറഞ്ഞ് അത് അവനെ അറ്റാക്ക് ചെയ്യാൻ വരുമ്പത്തേനും റാഗോ പെട്ടെന്ന് അവന്റെ ഇടയിൽ കയറുവാണ്. അപ്പോഴാണ് ജിറോയ്ക്ക് റാഗോ പറഞ്ഞ കാര്യങ്ങൾ കുറച്ചൊക്കെ പിടികിട്ടുന്നത്. നീയും ഞാനും വന്നിരിക്കുന്നത് വ്യത്യസ്ത ലോകങ്ങളിൽ നിന്നാണ്. റാഗോ പറഞ്ഞത് മനസ്സിൽ കരുതി ദേഷ്യം കയറി നിൽക്കുവാണ്. അങ്ങനെ റാഗോ ആ കാട്ടിലോട് ഓടിപ്പോവാണ്. പിന്നാലെ തന്നെ ആ മോൺസ്റ്റർ ഓടി വരുന്നുണ്ട്. റാഗോയ്ക്ക് ഫുള്ളായിട്ട് ഹീലാവാത്തത് കൊണ്ട് ഒരു ഡിസ്റ്റൻസ് ഇട്ടിട്ടാണ് ഓടുന്നത്. പെട്ടെന്ന് തന്നെ ആ മോൺസ്റ്റർ റാഗോനെ അടിച്ചിടുവാണ്. അപ്പൊ അത്രേ ഉള്ളോ ലെജൻഡറി ആയിട്ടുള്ള മോണോനോക് റാഗോ, വിധിയുടെ കറുത്ത നക്ഷത്രം. ഇനി വേറെ സംസാരമൊന്നുമില്ല, നീ എന്റെ കൂടെ വന്നേക്കണം. നിനക്ക് തന്നെ അറിയാലോ എത്ര കഷ്ടപ്പെട്ടാണ് നിന്റെ ആ സീല് ഞങ്ങൾ പൊട്ടിച്ചതെന്ന്. എനിക്ക് കൂടെയുള്ള സഖാക്കളെ കൊല്ലുന്നത് ഇഷ്ടമല്ല. അത് കേട്ട് റാഗോ, എന്ത് സഖാവോ? എന്നെ ചിരിപ്പിക്കല്ലേ വിഡ്ഢികളെ. നിങ്ങൾക്ക് എന്റെ പവർ മാത്രമല്ല ആവശ്യം, ഇനി അത് നിനക്ക് കിട്ടിയേ മതിയാവുമെങ്കിൽ വന്നിങ്ങെടുത്തോ. പക്ഷേ മരണത്തെ നേരിടാൻ നീ തയ്യാറാണെങ്കിൽ മാത്രം വന്നാ മതി. അങ്ങനെയാണെങ്കിൽ മരണം എന്താണെന്ന് നിന്നെ ഞാൻ കാണിച്ചു തരാം എന്നാ മോൺസ്റ്ററും പറയുവാണ്. അങ്ങനെ ആ രണ്ടുപേരും നല്ലൊരു ഫൈറ്റിന് റെഡിയായി അങ്ങ് വരുമ്പത്തേനും ജിറോ ഇടയിൽ കയറി അവന്റെ കട്ടാന ഉപയോഗിച്ച് ആ മോൺസ്റ്ററിന് ഒരു വെട്ട് കൊടുക്കുവാണ്. കൊച്ചേ, എന്ത് വിഡ്ഢിത്തരാ നീ കാണിച്ചത് എന്ന് റാഗു ചോദിക്കുവാണ്. നീയാടാ മണ്ടൻ പൊട്ടാ, പിന്നെ എന്തിനാടാ ഞാൻ നിന്നെ രക്ഷിച്ചത്? എടാ മണ്ട, നിന്റെ തലയ്ക്കകത്ത് എന്താ? ഇത് നീ സ്കൂൾ പിള്ളേരുടെ ഒപ്പം മടി കൂടുന്നത് പോലെയല്ല. നീ എന്നെ നല്ലോണം ദേഷ്യം പിടിപ്പിക്കുന്നുണ്ട് എന്ന് റാഗ പറയുവാണ്. ഒരാളെ രക്ഷിക്കുന്നത് സ്റ്റുപ്പിഡ് ആയിട്ടുള്ള ഒരു കാര്യമല്ല. ഇനി ഒരാളെ ഞാൻ സഹായിച്ചാൽ അത് മുഴുവനായി ഞാൻ സഹായിക്കും. ഞാനത് പാതിക്ക് വിട്ടു പോവാറില്ല, മനസ്സിലായോ? പിന്നെ അത് മാത്രല്ല, ഇവന് നിന്നെ കിട്ടിക്കഴിഞ്ഞാ പിന്നെ എന്നെ തേടി വരും. അപ്പോഴേക്കും ആ മോൺസ്റ്റർ വലിയൊരു രൂപം എടുത്തിട്ടുണ്ടാവും. എടാ മനുഷ്യ, ഞാൻ നീ വിചാരിച്ചതിനെ കഴിഞ്ഞ് സ്മാർട്ടാണല്ലോ. എട് മാത്രല്ല, നീ വളരെ യുണീക്ക് ആയിട്ടുള്ള ഒരാളാണ്. എന്റെ ഈ രൂപം പോലും നിന്നെ ഭയപ്പെടുത്തുന്നില്ല. നിന്റെ ആ കട്ടാന പിടുത്തമൊക്കെ കാണുമ്പോ നിനക്ക് ഷിനോബി അറിയാമെന്ന് തോന്നുന്നു. ഞാൻ എന്തായാലും ഇത് വളരെ എൻജോയ് ചെയ്യും. അങ്ങനെ ജിറോനെ അറ്റാക്ക് ചെയ്യുമ്പത്തേനും അവിടുന്ന് അവൻ രക്ഷപ്പെടുവാണ്. അടുത്ത് ജിറോ അതിനെ വെട്ടാൻ പോകുമ്പത്തേനും ആ മോൺസ്റ്ററിന്റെ നെയിൽ ഉപയോഗിച്ച് ജിറോന്റെ നെഞ്ചത്ത് കുത്തി തുളയ്ക്കുവാണ്. ഫാൻസി നിഞ്ചൊക്കെ വെച്ച് നല്ല ആവേശത്തിൽ വന്നതാ. ജിറോ മരിക്കാനുള്ള അവസ്ഥയിലാണ്. അവൻ ചോര തുപ്പുവാണ്. എന്നിട്ടും അവൻ അവന്റെ കട്ടാന ഉപയോഗിച്ച് വീശുമ്പത്തേനും ആ മോൺസ്റ്റർ ജിറോനെ താഴെ ഇടുവാണ്. എന്തായാലും ഇവൻ ശരിക്കുള്ള ഷിനോബി തന്നെ. പക്ഷെ ഇതിനോടകം എല്ലാം തീർന്നോ? അങ്ങനെ ജിറോ മരിച്ചിട്ടുണ്ടാവും. മരിച്ചു കിടക്കുന്ന ജിറോന്റെ അടുത്ത് റാഗോ വന്ന് നിൽക്കുവാണ്. റാഗോ, അവനെ നിനക്ക് ഞാൻ തരുന്നു. നീ നല്ലൊരു മീൽ കഴിച്ചിട്ട് കുറെ കാലമായിന്ന് എനിക്കറിയാം. നിന്റെ വയറ് നല്ലതുപോലെ നിറഞ്ഞ അത് നിന്നെ ചിന്തിപ്പിക്കാൻ സഹായിക്കുന്നു പറഞ്ഞു വരുമ്പത്തേനും മതി, നിർത്തിക്കോ, ഇല്ലെങ്കിൽ നീ ഇപ്പൊ തീരും. നിന്റെ നന്മയ്ക്ക് വേണ്ടിയാണ് ഞാൻ അവിടുന്ന് നിന്നെ വിട്ട് പോണമെന്ന് പറഞ്ഞത്. നീ ചിന്തിച്ചില്ലല്ലോ. ഞാൻ നിന്നോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ നീ അവഗണിച്ചു. ഇപ്പോ നീ മരിക്കുകയും ചെയ്തു. ഇതൊക്കെ ശരിക്കും വെറുതെ ആയില്ലേ? എടാ വിഡ്ഢി, നിന്നെ തിന്ന് പഴയ പോലെ എനിക്ക് ബലശാലിയാകാം. പക്ഷെ എനിക്കത് വേണ്ട. ആ ബുദ്ധിയില്ലാത്ത ഭൂതം പറയുന്നത് കേൾക്കാൻ എന്നെ കൊണ്ട് കഴിയില്ല. ഇതിനൊക്കെ പകരമായി നീ എന്നെ തിന്നാൻ പോവുകയാണ്. ഞാൻ നിന്നോട് കടപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ ഇത് നിനക്ക് വേണ്ടി ചെയ്യുകയാണ്. റാഗോ, നിക്ക്, നീ എന്താ ഈ ചെയ്യാൻ പോകുന്നേ? എന്റെ ജീവൻ ഞാൻ നിനക്ക് തരുന്നു. കണ്ണ് തുറക്ക് ജിറോ. അങ്ങനെ അവിടെ വലിയൊരു ഭൂമി കുലുക്കം തന്നെ സംഭവിക്കുകയാണ്. ഇതൊക്കെ കണ്ടോണ്ട് നിൽക്കുന്ന ആ പെണ്ണ്, ചീഫ്, കാര്യങ്ങളൊക്കെ കൈവിട്ടു പോവുകയാണ്. ഞങ്ങൾ ഇപ്പോൾ തന്നെ സ്ഥലത്തോട്ട് എത്തിക്കോളാം. റാഗോ, നീ എന്താണ് ചെയ്യുന്നതെന്ന് അറിയോ? നീ നിന്റെ പവർ ഒരു സാധാരണ മനുഷ്യന് കൊടുക്കുകയോ, അതും ഒരു ഷിനോബിക്ക്? ഒരു മനുഷ്യന് വേണ്ടി നിന്റെ സഹ മോണോക്കുകളെ എല്ലാം നീ ഉപേക്ഷിക്കുകയാണോ? റാഗോ മൊത്തായിട്ട് ജിറോന്റെ മേത്ത് കയറുവാണ്. ഓ, നീ എന്ത് സൗണ്ടായി ഉണ്ടാക്കുന്നേ? ഇതെന്താ ഇവിടെ സംഭവിക്കുന്നത്? എന്റെ മേത്ത് എന്താ ഇത്? ശരി, ഇനി നിന്റെ താടിയല്ലേ നിനക്ക് തറയിൽ നിന്ന് പറിച്ചെടുക്കാം ചെറുക്കാ എന്ന് റാഗു ജിറോന്റെ ഉള്ളിൽ കിടന്ന് സംസാരിക്കുവാണ്. റാഗു, ഇവിടെ എന്താ ഈ നടക്കുന്നേ? ഞാനെല്ലാം പറഞ്ഞു തരാം, അങ്ങോട്ട് നോക്ക്. നിങ്ങളെ രണ്ടുപേരെയും ഞാൻ ഇപ്പൊ തന്നെ കൊല്ലും എന്ന് പറഞ്ഞ ആ മോൺസ്റ്റർ അറ്റാക്ക് ചെയ്തോണ്ടിരിക്കുവാണ്. പെട്ടെന്ന് റാഗു ജിറോന്റെ അടുത്ത്, നമുക്കാദ്യം ഈ തെണ്ടിയെ കൊല്ലണം. എന്ത് കൊല്ലാനോ? എന്നെ കൊണ്ട് അതിനെ എങ്ങനെ കഴിയും? നീ പേടിക്കണ്ട, ഞാൻ നിനക്കൊരു കൈ തരാം. പെട്ടെന്ന് ജിറോന്റെ കയ്യിലേക്ക് നല്ല പവർ കയറുവാണ്. ആകെ ചെയ്യേണ്ടത് നിന്റെ മുഷ്ടി ചുരുട്ടി അവന്റെ നേർക്ക് ഇടിച്ച്
അവനെ നരകത്തിലോട്ട് അയക്ക്. ആ ഇടിയില് ആ മോൺസ്റ്റർ 2 പീസായി പോവാണ്. ഇതാണ് ഞാൻ പറഞ്ഞത്, മനസ്സിലായോ എന്ന് രാഘ പറയുവാണ്. എന്തൊക്കെ ഇവിടെ നടക്കുന്നേ? ഏയ് എന്താ ഇവിടെ നടക്കുന്നേന്ന് എന്റെ അടുത്ത് പറ എന്ന് ജിറോ പറയുമ്പത്തേനും ജിറോന്റെ ബാക്കിൽ നിന്ന് ഒരു കത്തി വരുവാണ്. ഒരക്ഷരം പോലും മിണ്ടരുത്. ഈ പെണ്ണിപ്പൊ എവിടുന്ന് വന്നു? പെട്ടെന്ന് അവിടേക്ക് വേറൊരാള് വരുവാണ്. ഇങ്ങനെയൊക്കെ നടക്കുമെന്ന് ഞാൻ കരുതിയതല്ല. നാശം, നീയും ആ തടിയന്റെ കൂടെയുള്ള ആളാണോ? നീ ഇങ്ങനെ ദേഷ്യപ്പെടേണ്ട കാര്യമൊന്നുമല്ല. ഞങ്ങള് മോണോനോക്കുകളൊന്നും അല്ല. ഞങ്ങൾ എസ്പിയോണേജ് ബ്യൂറോയിൽ നിന്ന് വരുന്ന ആൾക്കാരാണ്. ഒരു ആവറേജ് സിവിൽ സർവൻസ്. ഞാൻ എല്ലാ ഡീറ്റെയിൽസും വഴിയെ പറഞ്ഞുതരാം. നിന്നെ ഇപ്പോ ഞങ്ങളുടെ കസ്റ്റഡിയിലോട്ട് എടുക്കുവാണ്. എന്ത്? ആളെ കളിയാക്കുന്നോ എന്ന് പറഞ്ഞവൻ വരുമ്പത്തേനും ആ പെണ്ണവന്റെ കഴുത്തിൽ നോക്കിയിട്ട് ഒരൊറ്റ ഇടിയിടിക്കുവാണ്. അവൻ ബോധം കെട്ട് താഴെ വീഴും. ഇച്ചിക്ക, പതുക്കെ കൈകാര്യങ്ങൾ ചെയ്തൂടെ? അല്ല, നമ്മൾ ഇവനിപ്പൊ എന്താ ചെയ്യാൻ പോണേന്ന് ആ പെൺകുട്ടി ചോദിക്കുവാണ്. ആദ്യം നമ്മുടെ അഫിലിയേറ്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഇവന് ട്രീറ്റ്മെന്റും ബാക്കി ടെസ്റ്റുകളൊക്കെ ചെയ്യാം. ഇവൻ എന്തായാലും മരിക്കാൻ അനുവദിച്ചുകൂടാ. ഇവനും ആ മോണോനോക്കും നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അങ്ങനെ ഈ എപ്പിസോഡ് ഇവിടെ തീരുവാണ്. ഓക്കെ ഗൈസ്, നിങ്ങൾക്ക് ഈ എപ്പിസോഡ് ഇഷ്ടമായെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമന്റ് സെക്ഷനിൽ അറിയിക്കുക. അപ്പൊ അടുത്ത വീഡിയോയുമായി കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ.